ഈ കേസിനകത്ത് എൻ്റെ ജോലി കഴിഞ്ഞു. എനിക്കിതിനകത്ത് ഇനി ഒരു ജോലിയില്ല. എൻ്റെ ജോലി എന്ന് വെച്ചാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് നിരൂപിക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ കമ്പൽസറി. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറ്റം ചെയ്തില്ല എന്ന് വെച്ചാൽ വേറെ ആരാണ് ഇത് ചെയ്തത്, എന്തുകൊണ്ടാണ് ചെയ്തതെന്നുള്ളത് അതിനു വേണ്ടി ഒരു 20 years ഞാൻ ഫൈറ്റ് ചെയ്തു. 20 years വാസ് ടു ലോങ് എ പീരിയഡ്. കണ്ടമാനം സമയമാണ്. 20-30 വർഷം ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സുപ്രീം കോടതി വരെ പോയിട്ട് സുപ്രീം കോടതിയിൽ തന്നെ ഇത് 10-19 അഡ്ജയൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു പാടാണ്. ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ ജോക്ക്. അത് പലരും ഇതുപോലെയുള്ള കേസുകൾ പാതിയിൽ വിട്ടിട്ട് പോകും. അവർ മടുത്ത് പോകുന്നതാണ്. ഞാനും മടുത്ത്. പക്ഷേ എനിക്ക് മടുത്തപ്പോൾ ലക്കിലി ദ ജഡ്ജ്മെൻറ്റ് കെയിം ഇൻ മൈ ഫേവർ. അതോടുകൂടി എൻ്റെ ജോലി കഴിഞ്ഞു. മൈ വർക്ക് ഈസ് ഓവർ. അത് പിന്നെ വരുന്നതെല്ലാം ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലുള്ള ഒരു ന്യൂസാണ്. ഇനി ഇതിന് റിസൾട്ടിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തരുത്. എനിക്ക് സത്യം പറഞ്ഞാൽ യു മസ്റ്റ് ബിലീവ് മീ, ഞാനിത് പറയുന്നതിന് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ടിപ്പിക്കൽ കേസാണ്. അതായത് ഒരു പോലീസ് അട്രോസിറ്റീസ് എഗൻസ്റ്റ് എൻ ഇൻഡിവിജ്വൽ വരികയാണെങ്കിൽ അതിന് റിയാക്ട് ചെയ്യാനായിട്ട് പലരും മടുക്കുകയോ അല്ലെങ്കിൽ അതുവരെ ചെയ്തിട്ടില്ല. ഞാനത് ചെയ്തിട്ടുണ്ട്. അത് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് തന്നെ വന്നിട്ടുണ്ട്. ആ ജഡ്ജ്മെൻറ്റിനകത്ത് ക്ലിയറായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇതൊക്കെ ചെയ്യാമെന്നുള്ളത്. ആൻഡ് ദേ ഹാവ് യൂസ് സ്പെഷ്യൽ പവേഴ്സ് അതൊക്കെ. അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം എൻ്റെ ജോലി കഴിഞ്ഞെന്ന് ഞാൻ പറയാൻ കാരണം ആ ജഡ്ജ്മെൻറ്റോട് കൂടെ എൻ്റെ ജോലി കഴിഞ്ഞു. ഇനി ഇവർക്ക് പനിഷ്മെൻറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആസ് എൻ ഇൻഡിവിജ്വൽ നമ്പിനാരായണൻ എന്നുള്ള ഒരു വ്യക്തിക്ക് ഇതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അവർ ആൾറെഡി പനിഷ്ഡാണ്. ഇതിനകത്ത് എനിക്കിനി പനിഷ് ചെയ്യാനായിട്ടോ ആൾറെഡി ദേ ആർ ദ സഫറേഴ്സ്. ഇവർ വേറൊരു ഫിലോസഫിക്കലായിട്ടാണെങ്കിൽ ഒരു കാര്യം പറയാം. അതായത് നമ്മൾ ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുമല്ലോ. ഈ ഫൈനൽ ജഡ്ജ്മെൻറ്റ് നമ്മൾ പറയുന്നത് ഈശ്വരൻ്റെ മുമ്പിലാണ്. അവിടെ ആർക്കും കള്ളം പറഞ്ഞിരിക്കാൻ ഒക്കില്ല. അവിടെ വാദിപ്രതികൾ ആ പ്രശ്നങ്ങളോ പ്രോസിക്യൂഷനോ അതൊന്നുമില്ല. ആ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ വിചാരിച്ചത് എൻ്റെ ജീവിതകാലത്തിൽ തന്നെ ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഫേവറബിളായിട്ട് വരും എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നാലും സംശയം ഉണ്ടായിരുന്നു. കാരണം നീണ്ടു പോകുന്നതുകൊണ്ട്. പിന്നെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നു. ജീവിച്ചിരിക്കുന്നത് കൊണ്ട് സന്തോഷം. ഇപ്പോൾ ഈ സിബി മാത്യൂസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ നാളെ ഈ കേസിൽ ജയിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ തങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഇവർ ജയിൽ പോകണമെന്ന്? സത്യം പറയട്ടെ, എനിക്ക് അവർ പോകണമെന്ന് ഒരു ആഗ്രഹം ഒന്നുമില്ല. അവരുടെ മനസാക്ഷി അനുസരിച്ച് അവർ ചെയ്തതിനുള്ളത് തെറ്റ് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ വേറെ ഒന്നും പറയണ്ട. എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ പോലും മതി. വേറെ ഒന്നും പറയണ്ട. മാപ്പ് പോലും ചോദിക്കേണ്ട. സാറേ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവർക്കും അബദ്ധം പറ്റാമല്ലോ. ഒരു അബദ്ധം പറ്റിയെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് മോർ ദൻ ഹാപ്പി. എനിക്കിവർ ജയിലിൽ അയച്ചിട്ട് എനിക്കും തന്നെ ഇടാനായിട്ട് ഈ വയസ്സിൽ ഞാൻ ആരാണ് ഇവർ ജയിലിൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് നിരൂപിക്കണമെന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തില്ലേ ഒക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് വന്ന ബൈ പ്രോഡക്റ്റാണ് അതാണ് ഈ വന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുറ്റപത്രത്തിൽ പറയുന്നത് സിബി മാത്യൂസിന് വേണ്ടി അന്ന് സി ആയിരുന്ന കെ ജോഷ ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയെന്നാണ് താങ്കളെ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വ്യാജരേഖ ഉണ്ടാക്കി. അത് സിബി മാത്യൂസിന്റെ അറിവോടുകൂടി അന്നത്തെ സി ആയിരുന്നു വിജയൻ ഉണ്ടാക്കിയെന്നാണ് കുറ്റപത്രം കണ്ടെത്തിയിരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല ഇത് എല്ലാം സീരിയസ് തന്നെ. ഞാനിതിനകത്ത് ചാർജ് ഷീറ്റ് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ പറയുന്നതാണ് ഞാൻ കേൾക്കുന്നത്. ഇതിലൊരു വ്യാജരേഖ ഉണ്ടാക്കി എന്നുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ അത് ഇത്രമാത്രം ഗൗരവമുള്ള കാര്യമാണോ സാർ? എനിക്ക് ഈ ചാർജ് ഷീറ്റിലേക്ക് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. സത്യത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് ഒരു നാലേജും ഇല്ല. പക്ഷേ നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ അത് ശരിയാണെങ്കിൽ അതൊക്കെ സീരിയസ് ഒഫൻസസ് ആണ്. അത്രയേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ.